ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ യൂട്യൂബിനകത്ത് ഫ്രണ്ട് ആപ്പിനെ പറ്റിയുള്ള കുറേ അധികം വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. ചില സ്ത്രീകൾ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്ത് അവർക്കുണ്ടായിട്ടുള്ള വളരെയധികം മോശമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോസ് ആണ് പലതും. അതുപോലെ തന്നെ ഫ്രണ്ട് ആപ്പിന്റെ കൂടുതൽ തട്ടിപ്പുകളെ കുറിച്ചും ഉഡായിപ്പുകളെ കുറിച്ചും പങ്കുവെക്കുന്ന വീഡിയോസ് ആണ് മറ്റു പലതും. അതേ നേരം തന്നെ ഫ്രണ്ട് ആപ്പിനെ പോലെയുള്ള ഇത്തരം ഉഡായിപ്പ് ആപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയും സിനിമ ആർട്ടിസ്റ്റുകളെയൊക്കെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആണ് മറ്റു പലതും. ഇങ്ങനെ പല രീതിക്ക് ഫ്രണ്ട് ആപ്പ് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് എനിക്കും കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചാൽ കൊള്ളാൻ തോന്നിപ്പോയി. എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആക്ച്വലി 2024 ഡിസംബർ 2 ഫേസ്ബുക്കിൽ ഞാൻ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ കുറിച്ച് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ പോസ്റ്റിന് താഴെ വന്ന പല കമന്റ്സും വായിച്ച സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് മലയാളികൾ നമുക്കിടയിലുണ്ട്. ഫ്രണ്ട് ആപ്പിനെ കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇതൊരു സാധാരണ ഡേറ്റിംഗ് ആപ്പ് ആണെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. കുറേയധികം പരസ്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഫ്രണ്ട് ആപ്പിനെ ആദ്യം ഞാൻ തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് ഫ്രണ്ട് ആപ്പിലേക്ക് എത്താനൊക്കെ തീരുമാനിക്കുന്നത്. അത് വേറെ ഭാഗമാണ്, ഞാൻ പറയാം. ഏതായാലും അങ്ങനെ ഞാൻ ഫ്രണ്ട് ആപ്പിലേക്ക് കയറി അതിനെ മനസ്സിലാക്കി ഇതൊക്കെയാണ് സംഗതി എന്നും വളരെയധികം വിയേർഡായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ തിരിച്ചറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അറിയാണ് ഇത്രയും ആളുകൾക്ക് ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന്. ഒരു പക്ഷേ ഇതൊന്നും ഞാനും മനസ്സിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ആർക്കൊക്കെ പോലെ നമ്മൾ സാമാന്യം തരക്കേടില്ലാത്തൊരു ഡേറ്റിംഗ് ആപ്പാണെന്ന് വിചാരിക്കുന്ന അത്തരം ആപ്പുകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഫ്രണ്ട് ആപ്പ് എന്ന് നമ്മളും വിചാരിക്കും. പക്ഷെ ലോകത്ത് ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു എന്നറിയണമെങ്കിൽ ഫ്രണ്ട് ആപ്പിലൊക്കെ ഇടയ്ക്ക് കയറുന്ന നല്ലതാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വിയേർഡായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഏതായാലും ഒരു സോഷ്യൽ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഫ്രണ്ട് ആപ്പിനകത്ത് കയറുന്നത്. അതിന്റെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുകയാണ്. 2024 നവംബറിലാണ്. സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയാണ്, ഒരു ആപ്പ് ഉണ്ട്, ഫ്രണ്ട് ആപ്പ് എന്നാണ് പേര്, വളരെ വിചിത്രമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ആപ്പാണ്, നീ ഒന്ന് കയറി നോക്ക്, നിനക്കൊന്ന് അറിയാലോ അതിനകത്ത് നടക്കുന്ന എന്താണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന്. അപ്പോഴാണ് ഈ ഫ്രണ്ട് പറയുന്നത്, ഈ ഫ്രണ്ട് ആപ്പിനകത്ത് കയറുന്ന സ്ത്രീകൾക്കൊന്നും ക്യാഷ് കൊടുക്കണ്ട, നമുക്ക് ചുമ്മാ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ സ്ത്രീ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വോയിസ് കൊടുക്കുന്നു, സ്ത്രീ ആണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ചാറ്റ് റൂമിനകത്ത് കയറുന്നു, നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് കോള് വരുന്നു. അപ്പൊ വിളിക്കുന്നതൊക്കെ പുരുഷന്മാരായിരിക്കും, ഓപ്പോസിറ്റ് പുരുഷന്മാരായിരിക്കും. ഈ പുരുഷന്മാരൊക്കെ റീചാർജ് ചെയ്തിട്ടാണ് വിളിക്കുക. 600 രൂപയ്ക്ക് 1000 കൊടുത്ത് 10,000 കൊടുത്തൊക്കെ റീചാർജ് ചെയ്ത് വിളിക്കുന്ന പുരുഷന്മാരാണ്. ഇവരെ വിളിക്കുന്നു, നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നു, നമ്മളിങ്ങനെ ചുമ്മാ ഇവരോട് സംസാരിച്ചാൽ മതി. മാക്സിമം നീട്ടി വലിച്ച് സംസാരിച്ചു, 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ പോയി 1 മണിക്കൂറായി കഴിഞ്ഞാൽ അത്രയും ലാഭം. കാരണം സംസാരിക്കുന്ന ഓരോ മിനിറ്റിനും 1 രൂപ എന്നുള്ള നിരക്കിലാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഇയാൾ സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ആപ്പിലേക്ക് കോയിനോ റോസസോ അങ്ങനെ എന്തോ ആണ് അത് കയറും. 1 മിനിറ്റ് ആകുമ്പോൾ 1 കോയിൻ വരും, 2 മിനിറ്റ് ആകുമ്പോൾ 2 കോയിൻ വരും. ഫൈനലി കോളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ UPID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ കോയിൻ എന്ന് പറയുന്ന സംഭവം ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആവും. ഒരു 5 കോയിനാണ് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതെങ്കിൽ ഇത് UPID നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 5 രൂപയായിട്ട് അക്കൗണ്ടിലേക്ക് കയറും. അപ്പൊ ഇതാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ സംഭവം എന്താണെന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫ്രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു ആപ്പാണ്. ഇൻസ്റ്റാൾ ചെയ്യുന്നു, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിക്കുന്നു, ആപ്പിനകത്ത് കയറി നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ ആണ് കൊടുക്കുക, വേറെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഈ ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു ഉറപ്പ് അവർ തരുന്നുണ്ട്, ഈ നമ്പർ ഒരിക്കലും പുറത്തു പോവില്ല എന്ന്. വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അങ്ങനെ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ അതിനകത്ത് കയറി നോക്കിയ സമയത്ത് എനിക്ക് സംഭവങ്ങളൊന്നും ഒരു വലിയ പിടുത്തം കിട്ടുന്നില്ല. നമ്മളൊരു പുതിയ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്കറിയാത്ത കുറെ സംഗതികൾ ഉണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കുമല്ലോ അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുക. അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഞാനും ഫില്ല് ചെയ്യുന്നു. എൻ്റെ നിക് നെയിം ആയിട്ട് ഞാൻ മാളു എന്നാണ് കൊടുക്കുന്നത്. എൻ്റെ യഥാർത്ഥ പേരൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ നിക് നെയിം ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ വോയിസ് അവർക്ക് കൊടുക്കുകയാണ്. ഞാൻ സ്ത്രീ ആണെന്ന് തെളിയിക്കണമല്ലോ, എന്നാലല്ലേ എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. അങ്ങനെ വോയിസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു, ഞാൻ സ്ത്രീ ആണെന്ന് തെളിയിക്കപ്പെട്ടു. അതിനുശേഷം ചാറ്റ് റൂമാണ് കാണുന്നത്. ചാറ്റ് റൂമിനകത്തേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞ് അത് ക്ലിക്ക് ചെയ്തപ്പോഴേക്ക് ടക്ക് എന്ന് പറഞ്ഞു, സെക്കൻഡ് പോലും എടുക്കുന്നില്ല, അപ്പോഴേക്കും കോൾ വന്നു. ആദ്യത്തെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നു, അയാളോട് സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോൾ അയാളുടെ പേര് മനോജ് അങ്ങനെ എന്തോ ആണ്. അപ്പൊ എന്നോട് പേര് ചോദിച്ചു, ഞാൻ മാളു എന്ന് പറഞ്ഞു, ഞാൻ സ്ഥലമൊക്കെ മാറ്റി പറഞ്ഞു. അയാളും പറഞ്ഞത് ഫേക്ക് ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ പുള്ളി മാരീഡ് ആണ്, പുള്ളിക്ക് മക്കളുണ്ട്,
അതുപോലെ തന്നെ വൈഫ് മരിച്ചുപോയി, പുള്ളി ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലാന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി എന്നോട് ചോദിച്ചു, ഇതൊക്കെ ശരിയാണോ, ഇത്തരം മാപ്പൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം പുള്ളിയുടെ കയ്യിലെ ക്യാഷ് ഒക്കെ ചെലവാക്കി റീചാർജ് ചെയ്തിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ പുള്ളി ഫുൾ മറ്റേ ഉപദേശം മോഡലാണ്. നമ്മൾ ഫുൾ ഉപദേശം, ഇത്തരം ആപ്പ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് മടുത്തു. ഞാൻ കോൾ കട്ട് ചെയ്തു. ഇത് സമൂഹത്തിന്റെ മറ്റൊരു റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത്. അതായത് അത് പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. പുരുഷന്മാരുടെ തനി കോണമാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞു അടുത്ത കോള് വന്നു. പുള്ളി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പതിവ് പോലെ മാളു എന്നുള്ള പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറയുന്നു. ഞാൻ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ തെറ്റിച്ചു പറഞ്ഞു. ഇയാളും തെറ്റിക്കാനാണ് ചാൻസ്. ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. അതിനുശേഷം പുള്ളി ഡയറക്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിവാഹിതയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല. അപ്പൊ ഇയാൾ വാദിക്കാൻ തുടങ്ങി, നിങ്ങൾ വിവാഹിതയാണ്, നിങ്ങൾക്ക് കുട്ടികളുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ മാരീഡ് അല്ല, സിംഗിൾ ആണ്. ഞാൻ വളരെ ജെന്യുവൻ ആയിട്ട് പറയാണ്. അപ്പൊ ഇയാൾ പറയുന്നു, എനിക്ക് സ്ത്രീകളുടെ സൗണ്ട് കേട്ടാൽ അറിയാൻ പറ്റും അവര് വിവാഹിതയാണോ അല്ലെന്നൊക്കെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ വളരെ പൊങ്ങച്ചം പറയുന്ന പോലെ, വീമ്പ് പറയുന്ന പോലെ പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നു. അത് കേട്ടപ്പോ എനിക്ക് വീണ്ടും ചിരി വന്നു. ഈ സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ സാധനങ്ങളൊക്കെ വീണ്ടും ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ തന്നെ കോൾ കട്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോഴേക്കും അയാൾ കോൾ കട്ട് ചെയ്തു പോയി. കാരണം ഞാൻ മാരീഡ് ആണെന്ന് അയാൾ വിചാരിച്ചു, എനിക്ക് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അയാൾ തൽപര കക്ഷിയല്ല, അയാൾ കട്ട് ചെയ്തു പോയി. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടും ഫ്ലേർട്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒട്ടും സെക്സ് ടോക്കിലേക്കൊന്നും അവൈലബിൾ അല്ലാത്ത രീതിയിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കാം, കുറച്ച് റഫായി സംസാരിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്ക് ആ രീതിക്ക് ഞാൻ മാരീഡ് ആണെന്ന് തോന്നിയെന്ന്. കാരണം നമ്മൾ ഫ്ലേർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം എനിക്കില്ല. എനിക്ക് സെക്സ് ടോക്ക് എന്ന് പറയുന്ന ഉദ്ദേശമില്ല. ഇതിനകത്ത് ഇതൊക്കെയാണല്ലോ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഞാനൊരു എക്സ്പെരിമെന്റലിന്റെ ഭാഗമായിട്ട് മാത്രം ഈ ഒരു സംഭവം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെന്ന ആളാണ്. അപ്പൊ അത്യാവശ്യം ഗൗരവത്തിൽ എനിക്ക് എൻ്റെ ഒരു മൊറാലിറ്റി ഉണ്ട്, എൻ്റെ ഒരു മോറൽ സൈഡ് ഉണ്ട്. അത് വിട്ട് എനിക്ക് ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അത് കാരണമായിരിക്കാം പുള്ളിക്ക് ഒരു പക്ഷെ വളരെ ഗാംഭീര്യത്തോടെ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം പുള്ളിക്ക് ഞാൻ മാരീഡ് ആണെന്ന് തോന്നിയത്. അറിയില്ല. എന്തായാലും ആ കോളും കട്ട് ചെയ്ത് പുള്ളി പോയി. അതിനുശേഷമാണ് അടുത്ത കോള് വരുന്നത്. മൂന്നാമത്തെ ആളാണ്. പതിവ് പോലെ ഞാൻ കോൾ എടുത്തു. എന്നോട് പേര് ചോദിച്ചു. ഇതിൽ ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളിന് ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ്. കട്ട് ചെയ്യുന്നു, ടക്ക്, അടുത്ത കോൾ. ഇതിങ്ങനെ നമ്മളിങ്ങനെ എത്ര കട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഇങ്ങനെ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് ടൈം കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഒരു പണിയില്ലാണ്ട് ഇവന്മാർക്ക് റീചാർജും ചെയ്ത് ഇങ്ങനെ സ്ത്രീകളോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ടൈം കോൾ വരണമെങ്കിൽ അതിന് മാത്രം ആളുകൾ വേണ്ടതിനകത്ത്. ഏതായാലും അവസാനത്തെ കോൾ വന്ന സമയത്ത് പേര് ചോദിച്ചു. ഞാൻ മാളു എന്ന് പറഞ്ഞു. ഇയാളുടെ പേര് ചോദിച്ചു, എന്തോ ഒരു പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഇയാൾ ചോദ്യത്തിലേക്ക് വന്നു, എന്ത് ഡ്രസ് ആട്ടേന്ന്. ലിറ്ററലി എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അറപ്പ് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു മോറൽ സൈഡിന് പറ്റിയിട്ടുള്ള സംഗതി അല്ല ഇത്. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ കോൾ കട്ട് ചെയ്തു. എനിക്കിനി അയാളോട് സംസാരിക്കേണ്ട കാര്യമല്ല. പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റിയെ വളരെ മോശമായ രീതിയിൽ ഇത് ബാധിക്കുമെന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ആപ്പ് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി. ഏതായാലും ആ ഒരു ആപ്പ് യൂസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ സൊസൈറ്റി എന്താണ് അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കയ്യിലെ പൈസയൊക്കെ ചെലവാക്കിയിട്ട് ഒരാൾ റീചാർജ് ചെയ്യാണ്. റീചാർജ് ചെയ്ത് വന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകളെ നല്ല നടപ്പിന് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് ശരിയല്ല, ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് പറ്റിയതല്ല, സ്ത്രീകൾക്ക് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഭാഗം തന്നെയാണല്ലോ ഇതൊക്കെ. നമ്മളൊന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ മറ്റുള്ളവരെ നമ്മൾ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളെ നല്ല നടപ്പ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ സംഭവം ഓൺലൈനകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാൾ വന്നിട്ട് എന്ത് ഡ്രസ്സ് ആട്ടെന്ന് ചോദിക്കുന്നു. അത് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് നടക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് വരുന്നവരൊക്കെ സ്ത്രീകളോട് സംസാരിക്കാനും സ്ത്രീകളുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ കയ്യിലെ ക്യാഷ് മുടക്കി റീചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഇവരുടെ ഉദ്ദേശം എന്താണ്? സെക്സ് ടോക്ക് തന്നെയാണ്. അല്ലാണ്ട് സ്ത്രീകളോട് വേറെ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ നടന്ന സംഭവമാണ്, എനിക്ക് നിങ്ങളുടെ സൗണ്ട് കേട്ടാൽ, നിങ്ങളുടെ വോയിസ് കേട്ടാൽ അറിയാം നിങ്ങൾ മാരീഡാന്ന് പറയുന്ന ആ ഒരു കക്ഷിയുടെ ആ ഒരു സംഭവം. എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം, പുരുഷന്മാരുടെ ഒരു അഹന്ത എന്ന് പറയുന്ന സംഭവമൊക്കെ കൃത്യമായിട്ട് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ആപ്പിൽ നിന്നും വളരെ വിയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവം ഇതാണ്. അറിയാത്തൊരാൾ വിളിക്കുന്നു, ടക്കെന്ന് ചോദിക്കുകയാണ്. പൈസ മുടക്കിയതിന്റെ അഹങ്കാരം പോലെ ഏത് ഡ്രസ്സായിട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിത്വം ഭയങ്കരമായിട്ട് തകർന്നടിയുന്ന ഫീലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ആപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നത്, നിനക്കറിയോ ഇതുപോലെയുള്ള വല്ല കഥകളും അറിയാമെന്ന് ചോദിക്കുന്ന സമയത്താണ് എനിക്ക് പലരുടെ കഥകളും അവൾ വഴി ഇങ്ങനെ അറിയാൻ പറ്റിയത്. പലരോട് സംസാരിച്ചു. അപ്പൊ അതിലൊരു പെൺകുട്ടി പറയുന്നത്,
അവള് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സംസാരിച്ചു തുടങ്ങി. പക്ഷെ അയാൾക്ക് ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് അറിയില്ല. അയാളുടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് അയാൾ എറണാകുളത്ത് ആക്രി കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളിക്ക് അത്യാവശ്യം ക്ലയൻസിനെ ഉണ്ടാക്കുക, ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോവുക, അതിനുവേണ്ടി ക്ലയൻസിനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന സെക്സ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ ഈ പുരുഷന്മാർ അപ്പുറത്ത് പൈസ ചെലവാക്കാനുള്ളത് പോലെ തന്നെ അതിനെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. ഈ നഴ്സിങ്ങിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വിളിച്ചു, പുള്ളിയോട് സംസാരിച്ച് 10 മിനിറ്റ് ആയപ്പോഴേക്കും പെൺകുട്ടി പറയുന്നത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും എന്ത് ഫോട്ടോസ് അയക്കാനും തയ്യാറാണ്, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം, പകരം എനിക്ക് പോക്കറ്റ് മണി തരുമെന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ശരീരം ഓൺലൈനായിട്ട് വിൽക്കാൻ വരെ തയ്യാറായിക്കൊണ്ട് പെൺകുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതും വേറെ സൈഡാണ്. അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞ 50+ ആയിട്ടുള്ള ഒരു അമ്മാവനെ വിളിച്ചിട്ട് ഒരു 10-20 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി ഫ്രണ്ട് ആപ്പ് വഴി വിളിച്ച് ചോദിച്ചു, അങ്കിളിന്റെ ഷുഗർ ഡാഡി ആവുമെന്ന്. അതായത് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം, പുള്ളിക്കാരി ഫ്ലേർട്ട് ചെയ്യാൻ തയ്യാറാണ്, മറ്റെന്തിനും തയ്യാറാണ്. ചുരുക്കി പറഞ്ഞാൽ ഓൺലൈൻ വ്യഭിചാരം എന്ന് പറയുന്ന സംഭവമാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീകളുടെ ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ വരുന്നു, പുരുഷന്മാർ എന്ത് ചെയ്യുന്നു, ക്യാഷ് കൊടുത്ത് അവരോട് ഫ്ലേർട്ട് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വരുന്നു. ഇതേ സമയം തന്നെ പുരുഷന്മാർ അവരുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ശബ്ദം വിൽക്കാനും തങ്ങളെ തന്നെ വിൽക്കാനും വേണ്ടിയിട്ട് സ്ത്രീകൾ അങ്ങോട്ട് പോകുന്നു. ഒരു തരം ഓൺലൈൻ വ്യഭിചാരം എന്ന് പറയുന്ന വൃത്തികെട്ട സംഭവമാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു തലമുറയെ തന്നെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണിത്. പക്ഷേ ഈ ഓൺലൈൻ വ്യഭിചാരം എന്ന് പറയുന്ന സംഗതി ഫ്രണ്ട് ആപ്പ് ഒക്കെ വരുന്നതിന് മുൻപ് എത്രയോ കാലം മുൻപ് ഇവിടെ ഉണ്ട്. എനിക്ക് പണ്ടുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ കാലത്തൊന്നുമല്ല, 10, 12, 13 വർഷം മുൻപാണ്. വിചാറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ആ ആപ്പ് ഏതാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു. ആ ആപ്പിനകത്ത് കയറിയിട്ട് നമ്മൾ നമ്മുടെ ഫോൺ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തും ഈ ആപ്പിൽ കയറിയിട്ട് ആരാണോ ഫോൺ ഷെയ്ക്ക് ചെയ്യുന്നത് ആ 2 വ്യക്തികൾ തമ്മിൽ കണക്ട് ചെയ്യപ്പെടും. അവർക്ക് തമ്മിൽ ചാറ്റ് ചെയ്യാം. 2 പേരും തീർത്തും അപരിചിതരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അന്ന് ഈ ആപ്പിനകത്ത് കയറിയിട്ട് ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഫോൺ ഷെയ്ക്ക് ചെയ്തു. അന്ന് ഞാൻ ചെറുപ്പമാണ്. ഫോണൊക്കെ ഷെയ്ക്ക് ചെയ്ത സമയത്ത് മറ്റാരോ എവിടെയോ ഇരുന്ന് ഫോൺ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടു, പരിചയപ്പെട്ട് പേരൊക്കെ ചോദിക്കുന്നു. അന്ന് സത്യസന്ധമായിട്ട് നമ്മൾ പേരൊക്കെ പറയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇയാളങ്ങ് ചോദിച്ചു, താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിന്? അപ്പൊ ഇയാൾ പറഞ്ഞു നമുക്ക് സെക്സ് ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ വേഗം അത് ഒഴിവാക്കി പോയി. അതായത് അതിന്റെ വേറെ രൂപമാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ ഇവിടെ പൈസ കൈമാറ്റം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും ബിസിനസ് തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഫ്രണ്ട് ആപ്പിനകത്ത് കയറിയിട്ട് 1000 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഈ സംസാരിക്കുന്ന സ്ത്രീക്ക് കിട്ടുക. പക്ഷെ ബാക്കിയുള്ള എമൗണ്ട് എല്ലാം കിട്ടുന്നത് കമ്പനിക്കായിരിക്കും. അപ്പൊ കമ്പനി അത്യാവശ്യം പുരുഷന്മാരുടെ ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷനും സ്ത്രീകളുടെ ഇത്തരം യൂസ് ചെയ്യാനുള്ള മനോഭാവം ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ബേസിക്കലി ഓൺലൈൻ വ്യഭിചാരം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറെ പേരൊന്നും പറയാനില്ല. അതേസമയം തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു തരം റിഫ്ലക്ഷൻ കൂടി ഇതിനകത്ത് കാണാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഫ്രണ്ട് ആപ്പിനകത്ത് കയറുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്, അല്ലാണ്ട് അതിനകത്ത് ആരും കയറില്ല. ഇപ്പൊ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മണി ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഫ്രണ്ട് ആപ്പിനകത്ത് കയറുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ ലക്ഷ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ശബ്ദം വിലക്കെടുക്കുക, സ്ത്രീകളുടെ തൽക്കാലം വിർച്വൽ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വളരെ നാണം കെട്ട പരിപാടിയാണ്. ഇതുപോലെ തന്നെ ഫ്രണ്ട് ആപ്പ് പോലെയുള്ള ചില ആപ്പുകളിലേക്ക് പെൺകുട്ടികളെ എടുക്കുന്നതിന് ട്രെയിനിങ് കൊടുക്കുന്ന ചില വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അതും ഈ പറയുന്ന പോലെ പെൺകുട്ടികൾ യൂസ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമാണ്. ഇത്തരം ആപ്പുകൾ എത്ര കാലം എവിടെ നിലനിൽക്കുന്ന ഒരു ഉറപ്പില്ല. നിലവിൽ ഈ ആപ്പ് ഇല്ലീഗൽ അല്ല എന്നുള്ളൂ. എത്ര കാലം നിൽക്കുന്ന ഒരു ഉറപ്പില്ല. ഒരു പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റാസും ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണിക്കുന്ന സമയത്ത് തന്നെ ഇവർ പറയുന്നുണ്ട് നമ്മുടെ IP അഡ്രസ്സ് വരെയൊക്കെ ഇവർ എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ അതൊന്നും അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഇത്തരം ആപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. ഇതുപോലെ ഒരുപാട് പേർക്ക് പല രീതിക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. പല എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ഏതായാലും അത്ര സുഖകരമല്ലാത്ത എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്.